കുട്ടിക്കാലത്തൊക്കെ അമ്മ ഇത് വീട്ടില് തയ്യാറാക്കുമ്പോഴേ, അതിന്റെ ആ ഒരു ടേസ്റ്റ് മാത്രം നോക്കിയിട്ടാട്ടോ ഞാനൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ട്ടോ. ഇപ്പൊ നമുക്കിതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് അറിയാം. ചിലർക്കൊക്കെ ഇത് കഴിക്കാന്ന് പറയുമ്പോ തന്നെ ഭയങ്കര എന്തോ കുറച്ചില് പോലെയാണ്. പക്ഷെ അല്ലാട്ടോ, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. അത് മാത്രല്ല നമ്മുടെ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും കുറയ്ക്കാൻ പറ്റുന്ന മികച്ചൊരു പ്രോബയോട്ടിക് ഫുഡാണ് ട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പഴങ്കഞ്ഞിയെ പറ്റിയിട്ടാണ്. അപ്പൊ തലേദിവസം ബാക്കി വരുന്ന ചോറ് രാത്രി തന്നെ നമ്മള് വെള്ളമൊഴിച്ചിട്ട് അതില് നമ്മള് സാധാരണ ചെയ്യാറുള്ളത് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇത് ചതച്ചിട്ടിട്ട് ഇങ്ങനെ വെക്കും. അപ്പൊ ഈ വെള്ളത്തിൽ കിടന്ന് ഈ ചോറൊന്ന് ഫെർമെന്റേഷന് വേണ്ടിയിട്ടാണ് രാത്രി തന്നെ നമ്മളിത് തയ്യാറാക്കി വെക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും ഞാനൊന്ന് ഷെയർ ചെയ്തുന്നേ ഉള്ളൂ ട്ടോ. നമ്മുടെ കുട്ടികളെയും ഇത് ശീലിപ്പിക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പഴങ്കഞ്ഞി തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ കുടലില് നല്ല ബാക്ടീരിയാസ് ഉണ്ടാവാനും ഗ്യാസ് പ്രോബ്ലം, ഡൈജഷന്റെ പ്രോബ്ലം ഇതൊക്കെ മാറാനും ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. ഒരുപാട് നോൺ വെജും പുറത്തെ ഫുഡൊക്കെ കഴിക്കുന്നവരല്ലേ ഇപ്പോഴത്തെ കുട്ടികള്. അപ്പൊ നമ്മൾ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടെ അവരെ ശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കണം ട്ടോ. ഇനി ഇതിലേക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം ട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു അച്ചാറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തൈരും അച്ചാറും ഒക്കെ നല്ല പ്രോബയോട്ടിക് ഫുഡാണ് ട്ടോ.